ഓഫീസറല്ലേ ആളുടെ കീഴിൽ അവിടെ ഈ കുറെ സ്ത്രീകളുടെ അവരെ പഠിപ്പിക്കാനായിട്ട്. 32 വർഷത്തോളമായി ശ്രീ ബാലൻ ഈ തേനീച്ച വളർത്തൽ തുടങ്ങിയിട്ട്. ബാലകൃഷ്ണൻ ഞങ്ങൾ ബാലൻ എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാല് തരത്തിലുള്ള തേനീച്ച കേരളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അവിടെ 4 തരത്തില്. ഒന്ന് ഈ ഏറ്റവും ചെറുതാൻ. പിന്നെ ഇത് കോൽത്തേൻ എന്ന് പറയാറുണ്ട് ഒരു വെറൈറ്റി. കോൽത്തേൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കുറുന്തേൻ. ഞൊടിയൻ ഈച്ച എന്ന് പറയുന്നതിനെ കുറുന്തേൻ. മറ്റേത് വൻതേൻ, ഈ വലിയ മഹാളി എന്ന് പറഞ്ഞ അതായത് വൻതേൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇറ്റാലിയൻ ഈച്ചീന. അത് ഇവിടെ ശരിയാവണില്ല. കുറെ ആൾക്കാരൊക്കെ പരീക്ഷിച്ച് നോക്കി. അതിവിടെ ചുവായി വന്നിട്ടില്ല. നമുക്ക് നമ്മുടെ നാടൻ തന്നെയാണ് നമുക്ക് നാടൻ തന്നെ നല്ലത്. അതന്നെ ഇവിടെ ശരിയാവണല്ലോ. അദ്ദേഹത്തിന് എന്നും ഈ ഇതെടുക്കുമ്പോ ഒരുപാട് തേനീച്ചയുടെ കൊത്തു കൊള്ളുന്ന പറയുന്നത്. കുറേശ്ശെ കൊള്ളും ഒരു വിധമൊക്കെ. പിന്നെ തേനീച്ചയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ സ്നേഹം വരും. അതിനെ വളർത്താൻ കൊണ്ടുപോകാണെന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴേ തേനീച്ചകൾക്കും ഈ മൃഗങ്ങൾക്കും അല്ലെങ്കിൽ ജന്തുക്കൾക്കും കുറേയൊക്കെ ബുദ്ധി ഉണ്ട് ഇപ്പൊ. അതിപ്പോ എല്ലാ മൃഗങ്ങൾക്കും. മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ മൃഗങ്ങൾ നമ്മളെയും സ്നേഹിക്കും. അതിൽ നിന്ന് തേൻ പിഴിഞ്ഞെടുക്കാനായിട്ടുള്ള സംരംഭമാണ്. തേനീച്ച ഇപ്പോൾ കൂട്ടിനകത്താക്കി ഞാൻ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നു. കയറൊക്കെ കെട്ടി ഭദ്രമാക്കി.